നമ്മുടെ രാജ്യത്തെ മതരാഷ്ട്രമാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ്. അല്ല തിരുമേനി, നിങ്ങൾ എന്ത് ഭാവിച്ച ഈ ക്രിസ്ത്യൻ മിഷണർമാരുടെ നേരെ ഈ കുതിരകയറ്റം? പാവപ്പെട്ട ജനങ്ങളെയും ആദിവാസികളെയും സഹായിക്കുന്നു എന്ന വ്യാജേന മതപരിവർത്തനം നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്റെ മാഷേ, ഛത്തീസ്ഗഡിൽ പാവപ്പെട്ട കന്യാസ്ത്രീകളെ നിങ്ങളുടെ ആൾക്കാർ എന്താ ചെയ്ത്? അവര് മതപരിവർത്തനം നടത്തിയെന്നുള്ളതൊക്കെ നിങ്ങളുടെ ആൾക്കാരുടെ ഒരു കള്ളക്കഥയല്ലേ എന്റെ തിരുവേനി? ക്രിസ്ത്യൻ മിഷണർമാര് നമ്മുടെ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ ആരോഗ്യരംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും നമുക്ക് യാതൊരു വിധത്തിലും മറക്കാൻ പറ്റുന്നതല്ല. ഇതൊന്നും ആലോചിക്കാതെയും പരിഗണിക്കാതെയുമാണ് ഈ തള്ളുകാരെ ഈ അസംബന്ധങ്ങളെല്ലാം കാണിക്കുന്നതും പറയുന്നു. തള്ളുകാരല്ല മാഷ്, തള്ളു തള്ളു ബജ്രംഗ് തള്ളു. അതൊക്കെ നമുക്ക് അറിയാം ഹാജാരെ. ആർഷഭാരത സംസ്കാരത്തിൽ അടിയുറച്ചൊരു രാഷ്ട്രം പടുത്തുയർത്തുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. പാശ്ചാത്യ രീതികളും സംസ്കാരവും നമ്മുടെ നാടിന് ആപത്താണ്. പണ്ട് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ വിശേഷിപ്പിച്ചത് ഭ്രാന്താലയം എന്നാ. ഇന്ന് കാണുന്ന കേരളത്തെ ഈ നിലയിലാക്കാൻ ക്രിസ്ത്യൻ മിഷണറിമാർ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. അല്ല ഹാജാരെ, ഈ ബജരംഗ തള്ളുകാരെന്താ കേരളത്തിൽ ഇളകാത്തെ? തള്ളുകാരിവിടെ ഇല്ലല്ലോ മാഷേ. അവരുടെ വകഭേദങ്ങൾ ഇവിടെ ധാരാളം ഉണ്ടല്ലോ ഹാജാരെ. നമ്മുടെ സംസ്ഥാനത്ത് അത്തരക്കാരുടെ വിളയാട്ടൊന്നും നടക്കില്ല തോണി മാഷേ. ഇത് വേറെ മണ്ണാണ്. നിങ്ങളെന്താ ഞങ്ങളെ മൂക്ക് ചെത്തുവോ? ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടേത്. ഞങ്ങൾക്ക് കൃത്യമായിട്ടൊരു അജണ്ടയുണ്ട്. ഭാരതീയ സംസ്കാരത്തിൽ അടിയുറച്ചൊരു രാഷ്ട്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. സംസ്കാരം എന്നത് ഒരു കൊട്ടയിലോ ചാക്കിലോ കെട്ടിവെക്കാവുന്ന ഒരു വസ്തു അല്ല തിരുമേനി. അതൊരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട അന്തോണി മാഷേ. പാശ്ചാത്യ സംസ്കാരങ്ങൾ നമ്മുടെ മഹത്തായ പാരമ്പര്യത്തെ തച്ചു തകർക്കുന്നതിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിരോധം. തിരുമേനി, നിങ്ങൾ കണ്ണടച്ചിട്ടാക്കരുത്. ഒരു 75 കൊല്ലം പിന്നാക്കം പോയാൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്തായിരുന്നു? സവർണർ സഞ്ചരിക്കുന്ന വഴിയിലൂടെ ദളിതർക്കും അവർണർക്കും നടക്കാൻ സാധിക്കുമായിരുന്നോ? അപ്പോ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഞങ്ങൾ ദളിതർക്കും ദരിദ്രർക്കും എതിരായിരുന്നു എന്നാണോ മാഷേ? തീർച്ചയായും. ക്രിസ്ത്യൻ മിഷണർമാർ സ്ഥാപിച്ച പള്ളിക്കൂടങ്ങൾ വഴിയാണ് ഇവിടുത്തെ ദരിദ്രരും ദളിതരും മുന്നേറിയത് എന്ന കാര്യം മറക്കരുത്. ആ പ്രവർത്തനം അവർ ഇന്നും തുടരുന്നു, അത്രമാത്രം. അതവർക്ക് പിടിക്കുന്നില്ല. ഉത്തരേന്ത്യൻ ഭൂസ്വാമിമാരുടെ വയലുകളിൽ പണിയെടുക്കുന്ന അടിമകളെയും നിശബ്ദരായി നിരക്ഷരായി നിൽക്കുന്ന ഒരു ജനതയുമാണ് ഇവർക്ക്, തിരുമേനിയുടെ പാർട്ടിക്കാർക്ക് വേണ്ടത്. കാലം മുന്നോട്ടാണ് തിരുമേനി. ഈ കുതന്ത്രങ്ങൾ കൊണ്ടൊന്നും എല്ലാ കാലവും വിജയം നേടാനാവില്ല. ഏകാധിപതികളുടെയും സർവാധിപതികളുടെയും പതനം വളരെ വേഗത്തിലായിരിക്കും.